ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6-ാമത്തെ ബാധയാണ് അവരുടെ മേൽ വരുന്നത്. നമുക്ക് അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ദ പ്ലേഗ് ഓഫ് ബോയിൽസ് കംസ് വിത്തൗട്ട് പ്രീവിയസ് അനൗൺസ്മെൻറ്റ്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വലിയ ഒരു പരുക്കൾ കൊണ്ട് ബാധിക്കുന്ന ഒരവസ്ഥ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുണ്ണ്, പരുക്കൾ, പഴുപ്പ് എന്ന് വേണ്ട വളരെ ദുസ്സഹനീയമായ ഒരവസ്ഥയിലാണ് ജനങ്ങൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് വിൽ ഓൾസോ ജഡ്ജ് ദ അൺറൈച്ചസ് നേഷൻസ് വിത്ത് ബോയിൽസ് ആൻഡ് സോഴ്സ്. വലിയവനായ ദൈവം അനീതിയുള്ളതായ ദേശത്തെ ഇതുപോലെയുള്ളതായ പരുക്കൾ കൊണ്ടും വ്രണങ്ങൾ കൊണ്ടും ബാധിക്കും എന്നാണ് നാം കാണുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവീൻ. മോശ അത് ഫറവോൻ്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരിവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോൻ്റെ മുമ്പാകെ നിന്നു. മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. മനുഷ്യരെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു ബാധയാണ് ഈ ബാധ എന്ന് പറയുന്നത്. നാം നോക്കുമ്പോൾ 3-ാമത്തെ ബാധയും അതുപോലെ തന്നെ ഈ 6-ാമത്തെ ബാധയും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ദൈവം അവരുടെ മേൽ ചൊരിയുന്നത്. മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ഫറവോൻ തൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിക്കാതെ കഠോരമാക്കി അവൻ്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കി. അങ്ങനെ കഠിനമാക്കിയത് കൊണ്ട് ഇവിടെയും വലിയവനായ ദൈവം അവനോട് അറിയിക്കാതെ തന്നെ ഇത് വരുത്തുകയാണ്. വലിയവനായ ദൈവം അനേക ബാധകൾ 5 ബാധകൾ അവരുടെ മേൽ വരുത്തി. എന്നാൽ 5 ബാധകൾ കൊണ്ട് ഈ ഫറവോന് യാതൊരു വ്യത്യാസവും ഇല്ലാഞ്ഞതുകൊണ്ട് 6-ാമത് വലിയവനായ ദൈവം വ്രണങ്ങളെ, പരുക്കളെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. മറ്റുള്ള ബാധകളൊക്കെ ഈ മിസ്രയീമ്യരുടെ ദേവീദേവന്മാരെ ആക്രമിച്ചതുപോലെ ഇവിടെയും ഈ ഈജിപ്ഷ്യന്മാരുടെ ഒരു ദേവനായിരിക്കുന്ന ഇംഹോട്ടെപ്പ് എന്ന് പറയുന്ന ആ ദൂതന്, ആ ദേവന് എതിരായിട്ടാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, വളരെ ദയനീയമായ ഒരവസ്ഥ. ഇത് ഈജിപ്ഷ്യർക്ക് മാത്രമല്ല, മിസ്രയീമ്യർക്ക് മാത്രമല്ല, ഇത് എല്ലാവരുടെ മേലും വരുവാനായിട്ട് പോകുകയാണ്. അവസാനമായിട്ട് വരാൻ പോകുന്ന ഒരു ബാധയുടെ ഒരു നിഴലായിട്ട് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ബൗൾസ്
അല്ലെങ്കിൽ കിണ്ണം പോലെയുള്ളതായ സാധനത്തിൽ നിന്ന് ഓരോരോന്ന് സ്വർഗത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഈ ഭൂമിയിൽ വരുന്ന വലിയ ഒന്നാമത്തെ അതാണ് ഈ വ്രണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇതിനെ സാധിക്കും. എന്നാൽ അവിടെയും 11-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഇതൊക്കെ ആയിട്ടും അവർ ദൈവനാമത്തെ ദുഷിക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെയും ഫറവോനും അതുതന്നെയാണ് ചെയ്യുന്നത്. മോശ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 27-35 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വലിയവനായ ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ തിരിഞ്ഞു വന്നില്ല എങ്കിൽ നിങ്ങളുടെ മേലും ഇതുപോലെയുള്ളതായ ആ വ്രണങ്ങളെയും പരുക്കളെയും ഒക്കെ ആക്കി നിങ്ങളെയും ശിക്ഷിക്കും. ആർക്കും നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, എത്രയോ ദയനീയമായ ഒരു അനുഭവമാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ ആ അടുപ്പിൽ നിന്ന് ചൂടേറിയ വെണ്ണീർ എടുത്ത് മുകളിലേക്ക് ഒഴിച്ചപ്പോൾ അത് എല്ലാത്തിൻ്റെ മേലും അതികഠിനമായിട്ട് ഉള്ള വ്രണമായിട്ട് പരുവായിട്ട് തീർന്നു. ദേഹം മുഴുവനും നാറ്റം വെച്ച് കാണും. ഇതുപോലെ തന്നെ സാത്താൻ ഒരിക്കൽ ഇയ്യോബിനെ ഇതുപോലെയുള്ളതായ വ്രണം കൊണ്ട് പരീക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ സാത്താനല്ല ചെയ്യുന്നത്, പിന്നെയോ വലിയവനായ ദൈവമാണ് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അവരത് ചെയ്തു. എന്നാൽ ഫറവോൻ്റെ ആ മന്ത്രവാദികൾക്ക് ഇതൊന്നും വീണ്ടും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. താഴോട്ടുള്ള ഭാഗത്തിൽ നാം വായിക്കുമ്പോൾ അവരും വളരെ കഠിന പ്രയാസം ഇത് മുഖാന്തരം അനുഭവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, ഇത് നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. നാമും ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി വേണ്ടുന്ന രീതിയിൽ നാം ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ഇതുപോലെയുള്ളതായ ശിക്ഷകൾ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ നമ്മുടെ മേലും വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.